ജൂൺ 1 തീയതി മുതൽ രാജക്കാട് ടൗണിൽ ട്രാഫിക് പരിഷ്കരണങ്ങൾ കർശനമായി നടപ്പിലാക്കുമെന്ന് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി പറഞ്ഞു. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും തിരക്കൊഴിവാക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്നും ജോഷി കന്യാകുഴി പറഞ്ഞു. ട്രാഫിക് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാളെ ജൂൺ 1 തീയതി മുതൽ ട്രാഫിക് നിയമങ്ങൾ രാജക്കാട് നടപ്പിലാക്കിയാണ്. നമുക്കറിയാം, രാജക്കാട് ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ട്രാഫിക് പരിഷ്കരണങ്ങൾ രാജക്കാടിൽ വരുത്തിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായികളും പഞ്ചായത്തും എല്ലാവരും കൂടി ചേർന്നാണ് രാജക്കാട് ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നാളെ മുതൽ രാജക്കാടിൽ വരുന്ന ബസ്സുകൾ മുഴുവൻ രാജക്കാട് ടൗണിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി സമയത്ത് മാത്രം കയറിപ്പോയിക്കൊണ്ട് ബസ് സ്റ്റോപ്പുകളിൽ 2-3 മിനിറ്റ് വരെ നിർത്തിക്കൊണ്ടുള്ള ആളുകളെ യാത്രക്കാരെ മാത്രം കയറ്റിക്കൊണ്ട് പോകുന്ന നടപടികളായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ എത്രയും ബഹുമാന്യരായ വ്യാപാരികൾ അവരുടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്യാതെ അത് മാറ്റി അവിടെ ഇട്ടുകൊണ്ട് വരുന്ന കസ്റ്റമറുകൾക്ക് വണ്ടി നിർത്തി സാധനങ്ങൾ മേടിക്കുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുല്ലക്കാനം വഴിക്ക് NS കെട്ടിടത്തിൻ്റെ അടുത്തും പൊന്മുടി വഴിക്ക് ഓയിൽ പമ്പിൻ്റെ അടുത്തും അതുപോലെ തന്നെ പൂപ്പാറ വഴിക്ക് KGSന് തൊട്ട് മുമ്പിലുമായിട്ടുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്, അവിടെ നിർത്തണം. അതുപോലെ തന്നെ രാജക്കാട്ടിലെ അനധികൃതമായി ആളുകൾ കൊണ്ടുവന്ന് വണ്ടി ടൗണിലിട്ടിട്ട് പാർക്ക് ചെയ്തിട്ട് അതിലെല്ലാം പോകുന്ന പരിപാടികൾ അവസാനിപ്പിക്കണം. അങ്ങനെ തന്നെ രാജക്കാട്ടിലെ ട്രാഫിക് അല്ലെ വാഹനക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള എല്ലാ നടപടികളും നാളെ മുതൽ ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇല്ലെങ്കിൽ കർശന നടപടിയുമായി പഞ്ചായത്തും പോലീസും രാജക്കാടിലുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇതുമായിട്ട് മുഴുവൻ ആളുകളും നാളെ മുതൽ രാജക്കാട് വരുന്ന മുഴുവൻ ആളുകളും ഇതുമായിട്ട് സഹകരിക്കണം. അതുപോലെ തന്നെ പാർക്കിങ്ങിനാണെങ്കിലും നമ്മുടെ ബിവറേജിൻ്റെ അടുത്തുള്ള കാര്യവലിക്കാരുടെ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ SNDP സ്ഥലം തന്നിട്ട് വണ്ടികൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ വണ്ടികൾ കൊണ്ടുപോയി അകലെ പോകുന്നവർക്കല്ല ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടുകൊണ്ട് രാജക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്കിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും രാജക്കാട് പഞ്ചായത്തിൽ വ്യാപാരികളുമായി സഹകരിച്ചു വേണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.